ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നോമ്പിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ജീരകക്കഞ്ഞിയും അതിൻ്റെ കൂടെ തൊട്ടുകൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഇഞ്ചിക്കറിയും എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായി 1.5 ഗ്ലാസ് പച്ചരിയും 1 സ്പൂൺ ഉലുവയും കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി കഴുകിയെടുക്കണം. അരി വേവിച്ചെടുക്കാനായി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഈ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അരി വേവിക്കാനായിട്ട് വയ്ക്കാം. അരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള പാല് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി തേങ്ങ, നല്ല ജീരകം, ഉള്ളി ഇവയെല്ലാം ചേർത്ത് നമുക്ക് മിക്സിയിലടിച്ച് പാലെടുക്കണം. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ഇഞ്ചിക്കറി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉണക്കമുളക്, സവാള, തക്കാളി, പുളി പിഴിഞ്ഞത് ആവശ്യത്തിന്. ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ എടുത്ത് വെച്ച പുളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 2 പീസ് ശർക്കര ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ഇഞ്ചിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗ്രൈൻഡറിലിട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കണം. ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക്, ഉണക്കമുളക്, കറിവേപ്പില എല്ലാം കൂടി താളിച്ച് ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കഞ്ഞിക്ക് മാത്രമല്ല ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇഞ്ചിക്കറിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.